പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 32:10 ഇപ്രകാരം പറയുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. നാളിതുവരെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളുമെല്ലാം അവിടുത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ എഴുന്നള്ളണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്ന ഞങ്ങളുടെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ തൊഴിലില്ലായ്മയെ ഏറ്റെടുക്കണമേ. സമാധാനമില്ലായ്മയെ ഏറ്റെടുക്കണമേ. രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങൾ ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ വഴി നടത്തണമേ. അമ്മേ മാതാവേ, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ആ തീരുമാനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുകയാണ്. ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കണമേ. പരിശുദ്ധ അമ്മേ, ശക്തിയുള്ള മാതാവേ, അമ്മ സർപ്പത്തിൻ്റെ തലയെ തകർത്തവളാണ്. സാത്താൻ്റെ മുമ്പിൽ സൈന്യത്തെ പോലെ നിലനിന്നവളാണ്. അമ്മേ മാതാവേ, ഞങ്ങൾ ഭയഭക്തിയോടെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് അഭയവും സംരക്ഷണവും നൽകണമേ. ഞങ്ങൾക്ക് കാവൽ നൽകണമേ. അമ്മേ, ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിച്ച് അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ഉന്നത സ്ഥാനത്തെത്തിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അനേകം യുവജനങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരെ എല്ലാം അമ്മ സഹായിക്കണമേ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ എത്തിക്കണമേ. ഒരു കുഞ്ഞു പോലും ഭാരപ്പെട്ട ഹൃദയവുമായി ജീവിപ്പാൻ സമ്മതിക്കരുതേ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെല്ലാവരും അങ്ങയിൽ ആശ്രയിക്കുന്നു. അമ്മേ മാതാവേ, കൃപാസനത്തിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിവേഗം ആ ദേവാലയത്തിലെത്തുവാനും അമ്മയുടെ പൊന്മുഖം കണ്ട് അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഭക്തിയോടെ പ്രാർത്ഥിപ്പാനുമുള്ള വലിയ അനുഗ്രഹം കൊടുക്കണമേ. ആ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അത്ഭുതമായ അമ്മ കടന്നു വരണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാ മക്കളുടെയും ജീവിത ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈശോയുടെ കുരിശിലെ വേദനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോനാഥ, ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചു,
അങ്ങയുടെ ജീവൻ നൽകിയാണ് സ്നേഹിച്ചത്. ആ സ്നേഹം ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ പെട്ടുപോയി. ഈശോയെ, എല്ലാവിധ പാപക്കെടുതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ രോഗാവസ്ഥകളിൽ നിന്ന് അമ്മ അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. അമ്മേ മാതാവേ, അവരെ നോക്കുന്ന എല്ലാ വൈദ്യന്മാരെയും അമ്മ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദ്യന്മാരിലൂടെയും അമ്മ പ്രവർത്തിക്കണമേ. അത്ഭുതത്തിന്റെ റാണി, ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി അമ്മയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിച്ചത്. ഓരോ കുടുംബങ്ങളിലെയും ആവശ്യങ്ങൾ അറിയുന്ന അമ്മേ, ഓരോ കുടുംബങ്ങളിലെയും ഇല്ലായ്മകൾ മനസ്സിലാക്കുന്ന അമ്മേ, ഓരോ കുടുംബങ്ങളിലെയും വേദനകൾ കാണുന്ന അമ്മേ, അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെയും വിശ്വാസത്തോടു കൂടി ആയിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഭയഭക്തിയോടെ വിശ്വാസത്തോടു കൂടി അമ്മ നമ്മളെ സഹായിക്കും. അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു വരണമേ. അമ്മേ മാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടവരുണ്ട്. ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളുണ്ട്. മക്കളുടെ തെറ്റായ ജീവിതം കണ്ട് ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങളുടെ തകർച്ചയിൽ കണ്ണീരോടെ ആയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. ഓരോ മക്കൾക്കും വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.